ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അതെ, രാവിലെ തന്നെ എണീറ്റു കേട്ടോ. മീനിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാതിലൊക്കെ തുറന്നൊരു 5 മിനിറ്റ് ഞാൻ പുറത്തൊക്കെ നിന്ന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വാതിലടയ്ക്കും, എന്നിട്ട് ജനൽ തുറന്നിടുവേ. തലേ ദിവസം ലുലു പോയായിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ചിക്കൻ പാർട്സ് വാങ്ങിച്ചു. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ പാർട്സ്, അത് റോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ വാങ്ങിച്ചതെടുത്ത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ടു. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ചു. അതിനുശേഷം ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നല്ല വഴന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിനകത്ത് മസാലപ്പൊടികളെല്ലാം തന്നെ ചേർത്തേ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റിയേ. ഇതിനകത്ത് ഞാൻ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് വിനാഗിരിയുടെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്, പക്ഷേ അത് ഇടാൻ മറന്നുപോയി കേട്ടോ. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ച പാർട്സ് എല്ലാം ഇട്ട് നല്ല ഇളക്കി കുറച്ചൊരു 10-15 മിനിറ്റ് അടച്ചിട്ട് വേവിച്ചേ. എനിക്ക് ഈ ചിക്കൻ പാർട്സ് ഒന്നും പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൂട്ടുകാരി എനിക്ക് കൊണ്ട് തന്നത് കഴിച്ച് പിന്നെ എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഞാൻ മക്കളായപ്പോൾ മക്കൾക്കും ഇത് വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. പക്ഷേ നല്ലതാണ്, റോസ്റ്റ് ചെയ്തെടുത്ത് നല്ല വഴറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയാണേ. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഞാൻ പച്ചക്കായൊക്കെ എടുത്ത് അരിഞ്ഞു കേട്ടോ, ഒരു എരിശ്ശേരി പോലെ വെക്കാനായിട്ട്. ഇനി ഞാൻ പച്ചക്കായാണ് കൂടുതലിടുന്നത്. അതായത് നമ്മുടെ ഏത്തയ്ക്ക, പഴുത്ത ഏത്തക്കയില്ലേ, അതിൻ്റെ പച്ച ഏത്തയ്ക്ക ഞാൻ വാങ്ങിക്കും കേട്ടോ. അത് വെച്ചാണ് ഞാൻ ഈ എരിശ്ശേരിക്കൊക്കെ ഇടുന്നത്. ഈ ചേനയും ഒക്കെ എടുത്തു, അത് കട്ട് ചെയ്തു. പക്ഷേ എനിക്കുണ്ടല്ലോ, ഈ ചേന തൊട്ടാൽ എൻ്റെ കൈ ചൊറിയും. ചൊറിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ കൂടുതൽ ചൊറിയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കിടന്ന് ഒരു കവർ എടുത്ത് അത് കട്ട് ചെയ്തത്. ഗ്ലൗസ് വാങ്ങിച്ച് വെച്ചത് തീർന്നു പോയി കേട്ടോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ കവർ തന്നെ ഇട്ട് അരിഞ്ഞെടുത്തത്. പിന്നെ ഉണ്ടല്ലോ, എൻ്റെ 2 മക്കളുണ്ടല്ലോ, അവർക്ക് 2 പേർക്കും പച്ചക്കറികളോട് വലിയ ഇതില്ല. അവർക്ക് വല്ല ചിക്കനോ മുട്ടയോ അതൊക്കെയാണ് ഇഷ്ടം. എങ്കിലും ഞാൻ ഒരു ദിവസമെങ്കിലും ഞാൻ ഒരു പച്ചക്കറി ഐറ്റം വയ്ക്കും കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ തിരുവി വെച്ചു. അതിനുശേഷം ഞാൻ ഈ വൻപയറാണ് ഇടുന്നത്. അവിടേക്ക് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. കുറച്ച് വൻപയറും കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടു. അതിനുശേഷം അരിഞ്ഞു വെച്ച ആ പച്ചക്കറികളും കൂടെ ചേർത്ത് ഒരു 3-4 വിസിൽ ഞാൻ അടുപ്പിച്ചു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തേ. അതിനുശേഷം ഉണ്ടല്ലോ, മിക്സിയിൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം അരച്ചു. നല്ലവണ്ണം മഷി പോലെ അരച്ചില്ല, ഒരു പകുതി അരവ്. കുക്കർ തുറന്നു, ഒരുവിധം നല്ലവണ്ണം വെന്തു. എങ്കിലും ഞാൻ ആ കായും ചേനയൊക്കെ ഒന്ന് ഉടയ്ക്കും കേട്ടോ. കാര്യം പച്ചക്കറി തിന്നത്തില്ലെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇതങ്ങ് ഉടച്ച് ആ പയറിൻ്റെ കൂടെ ആകുമ്പം കുഴച്ച് തിന്നുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഈ ഉടയ്ക്കുന്നത്. എന്നിട്ട് അരപ്പെല്ലാം ചേർത്ത് ഒന്ന് കലക്കി ഒന്നും കൂടെ ഒന്ന് പച്ച തേങ്ങയുടെ ഇതെല്ലാം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്തേ. പക്ഷേ എനിക്കുണ്ടല്ലോ, ഈ എരിശ്ശേരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെയൊക്കെ തിന്നാൻ. ഈ എരിശ്ശേരി അവിയലൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ചോറെടുത്തിട്ട് ഈ അവിയലോ എരിശ്ശേരിയോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലെടുത്തിട്ട് കഴിക്കുകയും. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക്, വറ്റൽമുളക്, കരിവേപ്പിലയൊക്കെ ഇട്ടു. പക്ഷേ ഉണ്ടല്ലോ, തേങ്ങ തിരുവിയതും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പക്ഷേ തേങ്ങ തിരുവി ഇടാനൊന്നും എനിക്ക് സമയം കിട്ടില്ല, മക്കൾക്ക് പോകാൻ സമയമായി. അങ്ങനെ അതെല്ലാം ഒഴിച്ച്, കടുക് താളിച്ചതെല്ലാം ഒഴിച്ച് കുറച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചേ. മോൻ്റെ ടിഫിൻ ബോക്സ് എടുത്ത് വെച്ച് ചോറിട്ടു. ചോറിടുമ്പോഴേ പറയാം, അമ്മ കുറച്ച് മതിയെ, അവിടെ കളയാനൊന്നും ടീച്ചേഴ്സ് സമ്മതിക്കത്തില്ലെന്ന്. എങ്കിലും ഞാൻ അവൻ കഴിക്കുന്ന രീതിയിൽ ചോറിട്ടു. പിന്നെ ആ ചിക്കൻ പാർട്സിൻ്റെ റോസ്റ്റ് വെച്ചു, എരിശ്ശേരി വെച്ചു. ഈ 2 കറികളെ ഉണ്ടായിരുന്നുള്ളേ. അച്ചാറൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ വേണ്ട അമ്മ, എനിക്ക് വേണ്ടാന്ന് പറയും. അങ്ങനെ ടിഫിൻ ബോക്സൊക്കെ സെറ്റാക്കി മോനെ സ്കൂളിൽ പറഞ്ഞു വിട്ടേ. അതിനുശേഷം എനിക്കിനി ബാക്കി ഒരുപാട് ജോലികളുണ്ട് കേട്ടോ. നേരെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയേ. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുണ്ടല്ലോ, രാത്രി കൂടെ മഴ പെയ്യും. അതുകൊണ്ടാണെങ്കിൽ ഈ പുല്ലുകളൊക്കെ കിളിച്ചു വരുന്നുണ്ട് കേട്ടോ. എങ്കിലും തൂത്തെല്ലാം വൃത്തിയാക്കി ഒതുക്കിയൊക്കെ വെച്ചു. ഞാനിന്ന് ഈ രാവിലെ തൂക്കുന്നെങ്കിലും ഉണ്ടല്ലോ, വൈകിട്ടാണ് ഇതെല്ലാം തൂത്ത് കത്തിക്കുന്നത്. കാര്യം ഇനി ഇലകളൊക്കെ വീഴാനുണ്ടല്ലോ, കരിയിലകളുണ്ട് ഒരുപാടുണ്ട്.
അതെല്ലാം കഴിഞ്ഞ് ഞാൻ മക്കളുടെയൊക്കെ തുണികളെടുത്തുകൊണ്ട് ഒരു കഴുകിയിട്ട് കേട്ടോ. എൻ്റെയും ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവും ഞാനിങ്ങനെ തുണി കഴുകുന്നത് ഈ സമയത്തുണ്ടല്ലോ നല്ല വെയിലാണ്. പക്ഷേ ഇന്നാണെങ്കിലുണ്ടല്ലോ ഒരു മഴക്കോളുണ്ട് കേട്ടോ, നല്ല മങ്ങി കിടക്കുക. പിന്നെ ഞാനും ആഹാരം കഴിച്ച് കുറച്ചൊരു റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ മക്കളെ വിളിച്ചുകൊണ്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ വഴിയൊക്കെ തൂത്ത് ബാക്കി ഒതുക്കി എല്ലാം വെച്ചിരുന്ന എല്ലാം കൂടെ എടുത്ത് കത്തിച്ച് കളഞ്ഞേ. വേസ്റ്റെല്ലാം കത്തിച്ചതിന് ശേഷം പോസ്റ്റിൽ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം പോയി കുളിച്ച് നാമമൊക്കെ ജപിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് വൈകുന്നേരം മക്കളെ പഠിപ്പിക്കാനിരുത്തിയപ്പോൾ മക്കൾ ചോദിച്ചു, അമ്മ എന്താ ആഹാരമെന്ന്. രാത്രി ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ക്യാരറ്റും ഉള്ളിയൊക്കെ ചേർത്ത് നല്ല വഴറ്റി ഒരു ഉപ്മാവ് റെഡിയാക്കിയേ. പലരും ഞാൻ ഉപ്മാവ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലരാണെങ്കിൽ ഇതെല്ലാം വഴറ്റിയതിന് ശേഷം റവ തട്ടി വെള്ളം നനച്ച് കൊടുത്ത് പതുക്കെ വേവിക്കുകയും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല കേട്ടോ. ഇതെല്ലാം വഴറ്റിയതിന് ശേഷം വെള്ളം എടുത്തൊഴിച്ച് അത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം അതിൽ ഉപ്പ് ഇട്ടിട്ട് റവ ഇടും. ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് മതി ഒന്ന് ഇളക്കി കുറച്ചായിട്ട് ചിക്കി എടുക്കുമ്പോൾ നല്ല ഉപ്മാവാട്ടോ. ലാസ്റ്റ് ഇച്ചിരി തേങ്ങയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും. പിന്നെ ആണെങ്കിലുണ്ടല്ലോ ഞാൻ ഇച്ചിരി നെയ്യും കൂടെ ചേർത്ത് കേട്ടോ. അപ്പോൾ അതിന് നല്ലൊരു മണവും ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രീതിയിലുണ്ടാക്കുന്ന ഉപ്മാവ്. അത് കഴിഞ്ഞിട്ട് കാപ്പിയാണ് ഇന്നിട്ടത്. ചായയാണ് പതിവ്. വൈകിട്ടൊരു ചായ കുടിച്ചു. എങ്കിലും ഇന്ന് ഉപ്മാവ് ഇറങ്ങണ്ടേ, അതിനു വേണ്ടിയാണ് കാപ്പി ഇട്ടത്. എനിക്കൊരു വിത്തൗട്ട് കാപ്പി ഞാൻ മാറ്റിയേ. ഞാൻ ഈ വിത്തോട്ട് കുടിക്കുന്നെങ്കിലും ഉണ്ടല്ലോ എനിക്ക് ഷുഗറൊന്നും ഇതുവരെ ഇല്ല കേട്ടോ. ഞാൻ ഈ വിത്തോട്ട് കുടിക്കുന്ന കാരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് ചായ കുടിക്കും. ചായ കുടി കൂടുതൽ കാരണമാണ് ഞാൻ വിത്തോട്ടാക്കിയത്. അപ്പം എപ്പോഴും മധുരം വയറ്റിലോട്ട് ചെല്ലണ്ടല്ലോ എന്ന് കരുതിയാണേ ഉണ്ടാക്കിയ ഉപ്മാവൊക്കെ എടുത്ത് മോന് കൊടുത്തു കേട്ടോ. മോന് നല്ല ഇഷ്ടപ്പെട്ടേ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ ഉപ്മാവും കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.